ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്ത് കല്ലുംതാഴത്ത് റെനോയുടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കിഡ് കിടപ്പുണ്ട്. ഇത് കിഡിൻ്റെ ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. ഇതൊരു പേൾ വൈറ്റ് എന്നൊരു കളറിലാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം നമുക്ക് കിട്ടുക. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ RXL ഓപ്ഷൻ എന്ന് പറയുന്നൊരു വേരിയൻറ്റിലാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വന്നിട്ടുള്ളത്. നോർമൽ RXL ഓപ്ഷൻ എടുക്കുന്ന അതേ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എന്താണ് ലിമിറ്റഡ് എഡിഷനിലേക്ക് ചെല്ലുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു കിഡ് എന്ന വാഹനത്തിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നിലവിൽ കിഡ് എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം. കുറച്ച് പ്രത്യേകതകൾ വരുന്നുണ്ട്, അത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 5,92,000 രൂപ ഓൺ റോഡ് പ്രൈസാണ്. ഒരു 60,000 രൂപയ്ക്ക് അടച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. 7 വർഷത്തേക്കൊക്കെ EMI വെച്ചാൽ 9,000 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് തന്നെയാണ് ഈ കിടക്കുന്ന ലിമിറ്റഡ് എഡിഷൻ വാഹനം. ഇത് കൂടാതെ കിഡ് കൂടാതെ നമുക്ക് ട്രൈബറിലും കൈഗറിലും നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. കൈഗറിലേക്ക് പോയാലും ട്രൈബറിലേക്ക് പോയാലും RXL എന്ന വേരിയൻറ്റിലാണ് നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വാഹനം കിട്ടുക. അതായത് സെക്കൻഡ് വേരിയൻറ്റിൽ നമ്മൾ കുറച്ച് ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് ട്രൈബറിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് വാഹനമാണ്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വാഹനം കിട്ടും. ഇതിപ്പോൾ ലിമിറ്റഡ് എഡിഷൻ അല്ല, ഈ കിടക്കുന്നത് നോർമൽ വേരിയൻ്റ് ആണ്. ഈ കിടക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,23,000 രൂപയാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഇത് നമ്മൾ ലിമിറ്റഡ് എഡിഷനിലേക്ക് പോയിക്കഴിഞ്ഞാൽ 8,46,000 രൂപയിലേക്ക് വരും. ആ ഒരു 23 നോർമൽ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നിടത്ത് നിന്ന് നിങ്ങൾ 8,46,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഏകദേശം ഒരു 20-23,000 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. അതിൽ നിന്ന് എന്താണ് എക്സ്ട്രാ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് ആഡ് ഓൺ ആയിട്ട് വരും. ഈ വരുന്ന നോർമൽ ഈ ഒരു ഇതിപ്പോൾ നോർമൽ വീൽ കപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഫ്ലെക്സി വീൽ അതായത് നമുക്ക് അലോയ് പോലെ തോന്നുന്ന ഡിസൈൻ പാറ്റേൺ ഉണ്ടല്ലോ, അത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. കൂടാതെ ഡുവൽ ടോൺ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഡുവൽ ടോൺ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-15 രൂപ കോസ്റ്റ് വരും. പിന്നെ ആ ഫ്ലെക്സി വീൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് സംശയമുണ്ട്. ഗ്രില്ലിനകത്ത് മാറ്റം വരുന്നുണ്ട്, ഡുവൽ ടോൺ വരുന്നുണ്ട്. പിന്നെ അകത്ത് ഈ ഒരു റിയർ സൈഡിൽ 2 ഡോർ പവറിൻ്റെ കൂടി നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിനകത്ത് 2D നായിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഈ ഒരു വേരിയൻറ്റിൽ വരിക. ഇത് മാറിയിട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ കൂടി ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 73,000 രൂപ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ അതായത് ഒരു ഫുൾ ഓപ്ഷൻ വാഹനം കാണുന്ന അതേ ഫീല് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ ട്രൈബർ എടുത്തു കഴിഞ്ഞാൽ കാണുക. ഇനി കൈഗറിലേക്ക് വന്നാലും ഇതേപോലെ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത്. അതായത് പ്രൈസ് വരുന്നത് എത്ര? നോർമൽ കൈഗറിൻ്റെ പ്രൈസ് 8,02,000 ലിമിറ്റഡ് എഡിഷൻ വേണമെങ്കിൽ 8,19,000 കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് AMD കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് AMDയുടെ പ്രൈസ് എത്ര? നോർമലി 861, ലിമിറ്റഡ് എഡിഷന് 878. മാറ്റങ്ങൾ വരുന്നത് എന്താണ്? അതിൽ ഫ്ലെക്സി വീല് വരുന്നു, ഗ്രില്ലിനകത്തുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നു, ഡുവൽ ടോൺ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നു, ടച്ച് സ്ക്രീൻ വരുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് ആ ഒരു വേരിയൻറ്റ് നമുക്ക് വരിക. ആ ഒരു ട്രൈബറും അതേപോലെ തന്നെ കൈഗറിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിടാം. നിലവിലിപ്പം നമുക്ക് ഈ ഒരു കിഡ് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ഈ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു പേൾ വൈറ്റ് ആണ് കളർ നൽകിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അത് നല്ല രസമുണ്ട്, അത് കാണുന്നതിന് വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ആ കളർ തീം കാണാനായിട്ട്. ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും ഒക്കെ ഓൾറെഡി നമുക്ക് അതൊക്കെ നേരത്തെ തന്നെ വരുന്നത് തന്നെയാണ്. പ്രൈസ് വ്യത്യാസമില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു ഫ്രണ്ട് ലുക്കിലെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി മാറ്റ് ഫിനിഷിൽ, അതായത് ഈ ഒരു ബ്ലാക്ക് കളറിലായിരുന്നു നേരത്തെ ഗ്രില്ല് വന്നിരുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു കളർ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ പിന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഹെഡ്ലാമ്പ് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ബ്ലാക്ക് എലമെൻറ്റുകളെല്ലാം നമുക്ക് താഴ്ഭാഗത്തേക്കാണ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ കാര്യം നമുക്ക് അവിടെ ഒന്നും പറയാനായിട്ടില്ല. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്നത് പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഡുവൽ ടോൺ വാഹനമാണ്. ഇതൊരു RXL ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണ്. ഇത് ഡുവൽ ടോൺ ആണ്. ഈ ഒരു ഡുവൽ ടോൺ വന്നേക്കുന്നത് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഡുവൽ ടോൺ നമുക്ക് വന്നിട്ടുള്ളത്. ഇത് സൈഡിലേക്ക് വരുമ്പോഴോ ഫ്രണ്ടിലേക്ക് വരുമ്പോഴോ നമുക്ക് അത് പറയാം ഡുവൽ ടോൺ വാഹനമായിട്ട് ആഡ് ഓൺ ആയിട്ടുണ്ട്. എനിക്കൊരു 10 രൂപ 15 രൂപ എന്തായാലും നിങ്ങൾ ഇതൊരു ഡുവൽ ടോണൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് വരും. പിന്നുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെക്സി വീല് വന്നതാണ്. ഒരു നോർമൽ വീൽ കപ്പൊക്കെയാണ് നേരത്തെ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിലേക്ക് വന്നു. ഇത് നമുക്ക് നിലവിൽ വീൽ കപ്പ് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വീൽ കപ്പാണെന്നൊന്നും ആരും പറയത്തില്ല. കറക്റ്റ് നമുക്ക് ആ ഒരു അലോയ് പോലെ തന്നെ നമുക്ക് തോന്നുന്നതായിരിക്കും. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനത്തിൽ വന്ന ഒരു മാറ്റമായിട്ട് എടുത്തു പറയാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ മിററൊക്കെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. അതുപോലെ ഡോർ ഹാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ഇവിടുന്ന് ലെങ്ത് ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം.
പറയേണ്ട കാര്യമില്ല, എന്നിരുന്നാലും ഇത് പറഞ്ഞേക്കാം. 3731 mm ലെങ്തും 1579 mm വിക്തും 1474 mm ഹൈറ്റും 184 mm ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. റിയർ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നേക്കാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നില്ല. നിങ്ങൾക്ക് അത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, വിഷയമൊന്നുമില്ല. ഇവിടെ കിട്ടുന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്, അതും നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു ലിമിറ്റഡ് എഡിഷനിലേക്ക് വന്ന സമയത്ത് വന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ടെയിൽ ലാമ്പൊക്കെ നോക്കിയാലും ഫുള്ളി എന്താ പറയുക, നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. ഭയങ്കര വലുപ്പത്തിലൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് സെൻസർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. താക്കോലൊന്ന് എടുത്തോട്ടെ. ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അത് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. മോശമല്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ്, മോശമല്ലാത്ത രീതിയിലെന്നല്ല, നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. സ്പെയർ ടയർ ആണ് ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടയർ സൈസ് പറഞ്ഞില്ല, ജസ്റ്റ് ഞാൻ ടയർ സൈസ് നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ ഞാൻ ജസ്റ്റ് ടയർ സൈസ് ഒന്ന് പറഞ്ഞു തരാം. ഫ്ലെക്സി വീലാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. സീറ്റ് ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 14 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. 165/70 R14 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. ഇതൊരു 1000cc എഞ്ചിൻ ഒരു വാഹനമാണ്. അതുകൊണ്ട് 1 ലിറ്ററിൻ്റെ ഒരു ബാഡ്ജിങ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് അവർ ചുമ്മാ ഒരു സ്റ്റിക്കർ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അതും നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അകത്തേക്ക് കയറി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഡോർ ഹാൻഡിൽ നമുക്ക് ബ്ലാക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പക്ഷേ വൃത്തിയിടന്ന് പറയാനൊന്നും പറ്റുന്ന രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു എന്താ പറയുക, പേൾ വൈറ്റിനകത്ത് അത് ബ്ലാക്ക് ഫിനിഷ് വന്നപ്പോൾ കൊള്ളാം. അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഡാർക്ക് കളർ തീം തന്നെയാണ് ആ ഒരു ഉൾവശത്തൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. ഡോർ പാഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. വേറെ പവർ വിൻഡോ കൺട്രോളൊന്നും നമുക്ക് ഡോർ പാഡിലായിട്ട് കമ്പനി നൽകിയിട്ടില്ല. ബാക്കി നമുക്ക് അകത്തേക്ക് കയറുന്നതിന് ശേഷം നോക്കാം. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് ആവശ്യം വരുന്നില്ല. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ഇല്ല. അകത്തേക്ക് കയറുന്ന സമയത്ത് മൊത്തത്തിൽ ഡാഷ്ബോർഡും കാര്യങ്ങളും മൊത്തത്തിൽ നല്ലൊരു നോക്കിക്കണ്ട, നല്ല ഡാർക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡ് കമ്പനി നൽകിയത്. ഒരുപാട് വലിപ്പമുള്ള സ്റ്റിയറിംഗ് വീലൊന്നുമില്ല. അതിനുള്ളിൽ തന്നെ റെനോയുടെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം കാണുന്നതിനൊക്കെ ഒരു ഭംഗിയുണ്ട്. അത് നൽകിയിട്ടുള്ള റെനോൾട്ട് എന്നൊരു ബാഡ്ജിങ്ങും അതിനുള്ളിലായിട്ട് വരുന്നത്. റെനോയുടെ വാഹനങ്ങൾ ഒരുവിധം നമ്മൾ കണ്ടുവരുന്ന ആ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതിയാകും. ടൈമും കാര്യങ്ങളൊക്കെ എഴുതി കാണാൻ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും എല്ലാം അതിന് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ അതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് അതിന് ചുറ്റും നൽകിയിട്ടുള്ളത്. 2 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് 12 വാട്ട്സിന്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഓക്സ് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. 2 എയർ ബാഗ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു സെൻട്രൽ ടണലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു സെൻട്രൽ ടണലിലായിട്ട് മോശമല്ലാത്ത രീതിയിൽ കമ്പനി നൽകിയിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു പോർഷനിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് സീറ്റൊക്കെ ഫുള്ളി ഡാർക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് കൊള്ളാണ്. ഇവിടെ നമുക്ക് ആ ഒരു കിഡ് എന്നൊരു ബാഡ്ജിങ് കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെ നമുക്കൊരു ലൈറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ടിക്കൽ ഹോൾഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നിരുന്നാലും മോശമല്ലാത്ത രീതിയിൽ തന്നെ കമ്പനി ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് റിയർ സൈഡിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാം. ഞാൻ പറഞ്ഞതാണ് നമുക്ക് സെൻട്രൽ ലോക്ക് ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചത്. കണ്ട സെൻട്രൽ ലോക്ക് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടല്ലോ. പിന്നെ ഈ ഒരു മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ ഗ്ലാസ് ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു വാഹനം കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റിയർ സീറ്റിലേക്ക് ഒന്ന് കയറാം. നമുക്കൊരു ഫാമിലി പർപ്പസിനൊക്കെ ഏറ്റവും മികച്ചൊരു വാഹനം തന്നെയാണിത്. റിയർ സൈഡിൽ പവറിൻ്റെ വരുന്നില്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു റിയർ ഡോർ താക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ താക്കാം. വല്ല ഹാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അകത്തേക്ക് ഇരിക്കാം. ഈ ഒരു സീറ്റ് ശകലം പുറകിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മോശമല്ലാത്ത രീതിയിലുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. തല തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സെൻട്രൽ ടണലിന് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നടുക്കും സുഖമായിട്ട് ഒരാൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഗ്രാഫ് ഹാൻഡിലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു പോർഷനിൽ പറയേണ്ട ആവശ്യമൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. ഒരു ഫാമിലി കാറിന് ആയിട്ടുള്ള രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ്. ജസ്റ്റ് ഞാൻ എഞ്ചിൻ ബേയും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റഡ് എഡിഷനിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു ഗ്രില്ലിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നു, ഫ്ലെക്സി വീല് വന്നു, ഡുവൽ ടോൺ വന്നു, പുറകിൽ കിട്ടുന്ന ഒരു ബാഡ്ജിങ് തന്നെ അതിനകത്ത് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നു. പിന്നെ ടൈഗറിൽ ട്രൈബറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്. ആ വേരിയൻറ്റുകൾ RXL എന്നതിലാണ് ട്രൈബറിലും കൈഗറിലും നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. അതിപ്പോൾ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1 ലിറ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ എഞ്ചിൻ വരുന്നത്.
1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10-22 കിലോമീറ്റർ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. 1 ലിറ്റർ 3 സിലിണ്ടർ 67 HP 91 Nm ടോർക്കുമാണ് വാഹനത്തിന് വരുന്നത്. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം വേറെ ഒന്നുമില്ല അത് പറയാനായിട്ട്. വളരെ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പം കണ്ടല്ലോ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് തീർത്തും പരിഗണിക്കാവുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ്. ആരെങ്കിലുമൊക്കെ കിട്ടിയെടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം എടുക്കാവുന്നതാണ്. എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരും. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.